നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വല്ലാത്തൊരു അവസ്ഥയാണല്ലേ ഇറാഖിലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരുടേത്. ഇറാഖിലെ അൽ ഷോർത്ത ക്ലബ്ബുമായിട്ട് അൽ നസർ നാളെ AFC ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 ബഗ്ദാദിലെ അൽ മദീന സ്റ്റേഡിയത്തിൽ ആ മത്സരമുള്ളത്. ആദ്യം കളി കർബലയിലാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നെങ്കിലും പിന്നീട് AFC അത് മാറ്റി ബഗ്ദാദിലേക്ക് ഷെഡ്യൂൾ ചെയ്യുകയായിരുന്നു. ഏതായാലും മത്സരത്തിന് മുന്നോടിയായിട്ട് CR7 മാനിയയാണ് ഇറാഖിൽ എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. വലിയ രൂപത്തിൽ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഇറാനിലേക്ക് കഴിഞ്ഞ സീസണിൽ അൽ നസർ AFC ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ, അൽ നസറിന്റെ ആ ഒരു ടീം ഹോട്ടലിലേക്ക് ആരാധകർ ഇടിച്ചു കയറുന്നതും അൽ നസറിന്റെ ടീം ബസ് പോകുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്നതും ഒക്കെ ആയിട്ട് വലിയ വാർത്തയുണ്ടായിരുന്നു. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള രംഗങ്ങൾ ഇറാഖിൽ ഉണ്ടാകുമെന്ന സൂചനകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഇറാഖി ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് CR7 2 സർപ്രൈസുകൾ തങ്ങൾ കൊടുക്കും എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അദ്നാൻ ദർജാൽ അദ്ദേഹമാണ് അവിടുത്തെ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ്. അദ്ദേഹം കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിസ്ത്യാനോക്ക് 2 സർപ്രൈസുകൾ ഞങ്ങൾ ഇവിടെ കൊടുക്കുമെന്നായിരുന്നു. അതായത് CR7 എന്ന ലോക ഫുട്ബോളിന്റെ ഇതിഹാസ താരത്തെ വരവേൽക്കാൻ ഇറാഖ് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ആ വാർത്ത പുറത്തേക്ക് വന്നത്. CR7 അൽ നസറിന്റെ ടീമിലില്ല, അദ്ദേഹത്തിന് വൈറൽ ഇൻഫെക്ഷൻ പിടിപെട്ടിരിക്കുന്നു എന്നുള്ളത് അൽ നസർ കൺഫേം ചെയ്തു. മെഡിക്കൽ റിപ്പോർട്ട് പുറത്തിറക്കി. താരം റിയാദിൽ തന്നെ റെസ്റ്റ് എടുക്കും, മത്സരത്തിനായിട്ട് ബഗ്ദാദിലേക്ക് പോകില്ല. എന്തൊരവസ്ഥയാണ്! അദ്ദേഹത്തെ കാണാൻ വേണ്ടി വളരെ ആഗ്രഹത്തോടു കൂടി കാത്തിരുന്ന ഇറാഖിലെ ഫുട്ബോൾ പ്രേമികൾ, അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ സർപ്രൈസുമായിട്ട് റെഡിയായി നിന്ന ഇറാഖി ഫുട്ബോൾ അസോസിയേഷൻ, അവർക്കൊക്കെ വലിയ നിരാശ സമ്മാനിക്കുന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.